ഹലോ. അപ്പോൾ നേരത്തെ പരിചയമുള്ള ഒരു ഫാർമസിസ്റ്റ്, ഭയങ്കര പരിചയമൊന്നുമല്ല, ജസ്റ്റ് ഉള്ള ഒരു പരിചയം. അപ്പോൾ പുള്ളിക്കാരി അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കേണ്ടി വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഭയങ്കര കുറച്ച് അറിവും കൂടെ കിട്ടി. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പലതും പഠിക്കാനുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പുള്ളിക്കാരി പറയാം, ചേച്ചി വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ഉള്ള ആളാണെന്നോ ഒരിക്കലും പറയത്തേ ഇല്ല കേട്ടോ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല നിങ്ങൾ എന്തൊരു ഹാപ്പി ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതാണ് മനുഷ്യർ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവരെല്ലാവരും നമ്മളെങ്ങനെ വാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയും. നമ്മളൊന്ന് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ നടക്കുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവർക്കൊരു പ്രശ്നവുമില്ല, എന്തെങ്കിലും വന്നെങ്കിൽ മതിയായിരുന്നു എന്നായിരിക്കും. അല്ല, നമ്മൾ എന്തെങ്കിലും പ്രശ്നം അതിൻ്റെ കഴുകി നടക്കുകയാണെങ്കിൽ ഓക്കെ എന്തോ പണി കിട്ടി, രക്ഷപ്പെട്ടു, ഒക്കെ അത് തന്നെ വേണം എന്നാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു പാഠം കൂടിയാണ്. ഞാനപ്പം ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടം ഉള്ളിലുണ്ടെങ്കിൽ പോലും എന്നെ നിന്ന് അതൊരാൾക്കും കിട്ടില്ല. കാര്യം ഞാൻ ഒരിക്കലും അത് ആരോടും അങ്ങനെ ഷെയർ ചെയ്യുകയില്ല, ആരോടും അത് പറയുകയില്ല. എൻ്റെ ഫേസ് ചെയ്യുന്നത് അതും പുറത്ത് കാണിച്ച് കരഞ്ഞു മെഴുകി നടക്കുന്ന ഒരാളുമല്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമത്തിൽ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നവർ നമുക്ക് വിരലിൽ എണ്ണാവുന്ന 1-2 പേരെ ഉണ്ടാവുള്ളൂ. കാര്യം അത് നമ്മളോട് ചിലപ്പോൾ ഒരു അങ്ങനെയാണല്ലേ, ഇത് ചെയ്യാനാണോ സംഭവിക്കുമെന്നൊരിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെന്നേ ഉള്ളൂ. പക്ഷെ തിരിഞ്ഞ് മാറി എന്നിട്ട് കെട്ടി ഇരിപ്പത് എങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അത് പോയിട്ട് നമ്മൾ ചിരിച്ച് കളിച്ച് നടക്കുകയാണെങ്കിൽ പോലും നമ്മൾ എരിയും. ഇതാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും പോസിറ്റീവ് എന്നുള്ളത് നമ്മളെപ്പോഴും സന്തോഷിച്ച് നടക്കുക, ചിരിച്ച് നടക്കുക. കാര്യം എപ്പോഴാണ് നമ്മൾ ഫോണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ടൈം മാക്സിമം ഹാപ്പി ആയിട്ട് നടക്കുക. കാര്യം ജീവിതം എന്ന് പറയുന്നത് കല്ലും മുള്ളും എല്ലാം നിറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അത്ര ഭയങ്കര സ്മൂത്തായിട്ടൊന്നും ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളിലൂടെ മാത്രമേ എല്ലാവരും കടന്നു പോവുള്ളൂ. അപ്പോൾ ഇതൊന്നൊരു പാടാണ്. അതുകൊണ്ട് ദുഃഖം ആരോട് ഷെയർ ചെയ്യേണ്ട, മുഖത്ത് കാണിക്കുകയും വേണ്ട. സന്തോഷം നിങ്ങൾ ഹാപ്പി ആയിട്ട് നടന്നു, ഒരു കുഴപ്പമില്ല.